വിലക്കിനും വിവാദങ്ങൾക്കും ഒടുവിൽ ജനനായകൻ തിയേറ്ററുകളിലെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് അവസാനം അഭിനയിച്ച ചിത്രം ആഘോഷമാക്കി ആരാധകർ. കേരളത്തിൽ രാവിലെ 6 മണിക്ക് തന്നെ ആദ്യ ഷോ ആരംഭിച്ചപ്പോൾ തമിഴ്നാട്ടിൽ രാവിലെ 9 മണിയോടെയാണ് ആദ്യ പ്രദർശനം നടന്നത്. സെൻസർ ബോർഡിന്റെ വിലക്കും തുടർന്നുണ്ടായ വിവാദങ്ങളും തരണം ചെയ്താണ് ചിത്രം ആഗോളതലത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എച്ച് വിനോദ് സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ നിർമ്മാണം KVN പ്രൊഡക്ഷൻസ് ആണ്. ചിത്രത്തിൽ പ്രമുഖ ബോളിവുഡ് താരം ബോബി ഡിയോളാണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മലയാളി താരം മമിത ബൈജു, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, പൂജ ഹെഗ്ഡെ, പ്രിയാമണി തുടങ്ങി വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അനിരുദ്ധാണ് ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഷോ പൂർത്തിയായപ്പോൾ തന്നെ ആരാധകരെല്ലാം വലിയ ആവേശത്തിലായിരുന്നു. ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. എത്രത്തോളം കാത്തിരുന്നു, അതിന് വലിയൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ലെവൽ സിനിമ. അത് ഇലക്ഷന് മുമ്പ് റിലീസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അവർ ബ്ലോക്ക് ചെയ്തെന്നുള്ള എല്ലാം തെളിയിച്ചുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും യാതൊരു മാറ്റമില്ല. പക്ഷെ ഞങ്ങൾക്ക് ആളിനോണ്ട് വിജയ്, അറിമുഖം വിജയ് എന്നുള്ളൊരു ടൈറ്റിലും കണ്ടു, ഇളയ ദളപതിയെന്നും കണ്ടു, ദളപതിയെന്നും കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് CM വിജയ് എന്നുള്ളൊരു ഈ ഒരു ഭാഗ്യം കൊണ്ട് ഒരു നടനും കിട്ടില്ല, അത് യാതൊരു സംശയമില്ല. അതുണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്, അതില്ലാതിരിക്കില്ല. എന്നാൽ പോലും നമുക്ക് സന്തോഷമാണ്. വിജയുടെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണിതെന്നും തിയേറ്റർ മസ്റ്റ് വാച്ച് ആണെന്നും പ്രേക്ഷകർ പ്രതികരിച്ചു. സിനിമയുടെ തുടക്കവും വിജയുടെ എൻട്രിയും വേറെ ലെവൽ. ആക്ഷനുകൾക്കും മാസിനും പുറമെ ഇമോഷണൽ രംഗങ്ങൾക്കും സിനിമയിൽ പ്രാധാന്യമുണ്ട്. വിജയുടെ ഡാൻസും രക്ഷയില്ല എന്നിങ്ങനെ പോകുന്നു അഭിപ്രായങ്ങൾ. പടം ഗംഭീര പടം. 6 മാസം വെയിറ്റ് ചെയ്ത് കണ്ടതിന് നല്ല ഭയങ്കരമായിട്ടൊരു പ്രസൻസ് തന്നത് സിനിമ. പക്ഷെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് മാത്രം ചെറിയൊരു സങ്കടങ്ങളുണ്ട്. ഇനിയും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്കൊരു സിനിമ വിജയ് സാറിന് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഒരു നല്ലൊരു വിഷയമായിരിക്കും. അത് എല്ലാവരും അതാ പറയണത്. ഒരു പടം കൂടെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. അതില്ലെങ്കിലും ഇപ്പോൾ സ്ക്രീൻ പ്രസൻസ് ഫുള്ളും ദളപതി സി ജോസഫ് വിജയ് എന്നുള്ള പേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും. അതുപോലെ കേരളത്തിലും കൂടെ ആ സി ജോസഫ് എന്നുള്ള ആ ഒരു TVK രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക. അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ഇനി അടുത്തത് എങ്ങനെയാണെങ്കിലും വിജയ് സാറുമായിട്ടുള്ള ടച്ചപ്പിലിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം. ഇത് അവസാന പടമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും ദളപതി വീണ്ടും തിരിച്ചുവരണമെന്നും പലരും അഭിപ്രായപ്പെട്ടു. പാട്ടും ഡാൻസും ആക്ഷനും എമോഷനും കോർത്തിണക്കിയ മികച്ച സിനിമയാണ് ജനനായകനെന്നാണ് സിനിമ കണ്ടവരിൽ ഏറെ പേരും റിവ്യൂ നൽകുന്നത്. ഒരു രക്ഷയില്ല, അടിപൊളി, സൂപ്പർ പടം, സൂപ്പർ മാസന தளபதி படம் கம்ப்ளீட்டா அலை வச்சுட்டாருண்ணா. ஃபைனலா தமிழ்நாடு
படம் சூப்பரா இருக்கு. ப்ரீ ரிலீஸ் பண்ணாலுமே ஹிட் தான். என்னைக்குமே தளபதி தான். டிவிக்கு நான் உட்கரத்துல வர ப்ரோ, கோயம்புத்தூர்ல இருந்து வர கேரளா வந்து படம் பார்த்துட்டு இருக்கேன். மாசுதான் தளபதி சூப்பர் படம், பயங்கரமா இருக்கு. படம் சூப்பரா இருக்கு. படம் சூப்பர் இதை வந்துட்டு எத்தனை சூப்பரா இருக்கு. വിജയ് അവസാന പടത്തിൽ തൂക്കിയടിച്ചുവെന്നാണ് ആരാധകരുടെ പൊതുപ്രതികരണം. ആദ്യ ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ലോകമെമ്പാടുമുള്ള അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലൂടെ മാത്രം ജനനായകൻ കോടികളുടെ ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നു. റിലീസ് മാസങ്ങളോളം വൈകിയിട്ടും ഹൈ ഡെഫിനിഷൻ പ്രിന്റ് ലീക്കായിട്ടും ജനനായകന് ലഭിക്കുന്ന വലിയ സ്വീകരണം വിജയുടെ ജനപ്രീതി തന്നെയാണ് വെളിവാക്കുന്നത്. 3 പതിറ്റാണ്ടു മുൻപ് തമിഴ് സിനിമയിൽ ബാലതാരമായി തുടങ്ങി പിന്നീട് ദളപതി എന്ന സിംഹാസനത്തിലേക്ക് ഉയർന്നതാണ് വിജയുടെ സിനിമാ ജീവിതം. 1992 തന്റെ 18ാം വയസ്സിലാണ് നാളെയ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. രൂപത്തിന്റെ പേരിലും അഭിനയത്തിന്റെ പേരിലും കടുത്ത വിമർശനങ്ങളും മാധ്യമ പരിഹാസങ്ങളും നേരിട്ടെങ്കിലും 1996 പുറത്തിറങ്ങിയ പൂവേ ഉണക്കാക എന്ന പ്രണയചിത്രം വിജയുടെ കരിയറിലെ ആദ്യത്തെ വലിയ വഴിത്തിരിവായി മാറി. തുപ്പാക്കി, കത്തി, മെർസൽ, സർക്കാർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായിരിക്കെയാണ് കോടിക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി താൻ സിനിമ പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണെന്ന് വിജയ് പ്രഖ്യാപിച്ചത്. 2024 തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം ഔദ്യോഗികമാക്കി. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിക്കൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ 59 വർഷത്തെ ചരിത്രം തിരുത്തിക്കുറിച്ചു. 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ടിവിക്ക് സഖ്യകക്ഷികളുടെ പിന്തുണയോടെ 2026 മെയ് 10 സി ജോസഫ് വിജയെ തമിഴ്നാടിന്റെ 9ാമത് മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റുകയായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.